ഇത് ഏറ്റവും പുതിയ വിവരം. ഈ ദാരുണ സംഭവം ഉണ്ടായി ഈ വീടിന് പിന്നിലെ കുന്നിൽ തന്നെ ആനയുണ്ട്. കാട്ടാന ഇവിടെ നിന്ന് പോയിട്ടില്ല. ജനവാസ മേഖലയിൽ ഈ കുന്നിൻ മുകളിൽ അത് ഒരു കൃഷിയിടമാണ്. അത്തരത്തിൽ കുന്നിൻ മുകളിൽ ആനയുണ്ട് എന്ന വിവരമാണ്. ഇപ്പോൾ അത് ഔദ്യോഗികമായി അറിയിച്ചതല്ല, ഇവിടെ വന്ന ഒരു പൊതുപ്രവർത്തകൻ നമ്മളോട് പങ്കുവെച്ചതാണ്. എന്തായാലും ഈ സ്ഥലത്താണ്, ഈ ഗേറ്റ് കടന്ന് എത്തിയാണ്, നമ്മൾ ആ CCTVയിൽ കണ്ടതുപോലെ ഈ ഗേറ്റ് കടന്ന് എത്തിയാണ് ആന ആക്രമണം നടത്തിയത്. വനംവകുപ്പിനെതിരെ അതിരൂക്ഷമായ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയരുന്നത്. പ്രത്യേകിച്ച് മുന്നറിയിപ്പ് നൽകിയില്ല. ആന ഈ ഭാഗത്ത് ഉണ്ടായിട്ടും ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു മൈക്ക് അനൗൺസ്മെന്റിന്റെ ശബ്ദം കേട്ടിരുന്നു. ആളുകൾ അതിനെ പരിഹസിച്ച് ചിരിക്കുകയാണ് ചെയ്തത്. കാരണം ഇത്രയും വലിയൊരു അപകടം നടന്ന, ഒരു മനുഷ്യ ജീവൻ ഇല്ലാതായി കഴിഞ്ഞിട്ട് ഇവർ എന്തിനാ അനൗൺസ്മെന്റ് നടത്തുന്നു എന്നാണ് ചോദിച്ചത്. അത്തരത്തിലൊരു ഇടപെടൽ അത് വനംവകുപ്പോ അല്ലെങ്കിൽ റവന്യൂ സംവിധാനങ്ങളോ പോലീസോ ആരും ഒരു അനൗൺസ്മെന്റ് നടത്താനോ ഒരു മുന്നറിയിപ്പ് നൽകാനോ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ പടമല പ്രദേശത്തെ ആളുകളുടെ ഏറ്റവും വലിയ പ്രതിഷേധം. ശരി കമൽ, തുടരുക. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി വയനാട് മാനന്തവാടിയിൽ മധ്യവയസ്കന്റെ ജീവനെടുത്ത കാട്ടാന ഇപ്പോഴും പ്രദേശത്ത് ജനവാസ മേഖലയിൽ തുടരുന്നു. വീടിന് സമീപത്തുള്ള കുന്നിൽ ഈ ആന തുടരുന്നു എന്നാണ് അനൌദ്യോഗികമായ വിവരങ്ങൾ. ആനയെ തുരത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണ്. കമലിലേക്ക് വീണ്ടും പോകുന്നു. ഒപ്പം തന്നെ പ്രദേശവാസികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർ ശ്രദ്ധിക്കുക. ഇപ്പോൾ വൈകിയ വേളയിലാണെങ്കിൽ കൂടി നിരോധനാജ്ഞ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ആന ഇനിയും കാട് കയറിയിട്ടില്ല. അതിപ്പോഴും ആ വീടിന്റെ പരിസരത്തുള്ള ഒരു കുന്നിൻ മുകളിൽ തുടരുകയാണ് എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ കുറുക്കൻമൂല, കുറുവ, കാടൻകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങരുത്. അടിയന്തര ഘട്ടമെങ്കിൽ മാത്രം, അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക. അല്ലാത്ത പക്ഷം വീടുകളിൽ തന്നെ തുടരുക. ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയാണ് കറങ്ങി നടക്കുന്നത് ജനവാസ മേഖലയിൽ. ആനയെ ഇനിയും പൂർണ്ണമായും കാടുകയറ്റാൻ കഴിഞ്ഞിട്ടില്ല വനം വകുപ്പിന്. കമലിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. കമൽ, ആന ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്, അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നു. ആവശ്യങ്ങളിലൊക്കെ അടിയന്തരമായ ഒരു ഇടപെടൽ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ റോഡ് ഉപരോധം അടക്കം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ എന്തെങ്കിലും പ്രതിഷേധമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ കമൽ? സേതു, പ്രതിഷേധം നടക്കുന്നത് മാനന്തവാടി ടൗണിലാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്ററോളം അകലെയാണ്. അവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അജിയുടെ മൃതദേഹമുള്ളത്. അവിടെ പൊതുപ്രവർത്തകരൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. വലിയൊരു ജനക്കൂട്ടമുണ്ട്. മാനന്തവാടി നഗരമധ്യത്തിൽ ഗാന്ധി പാർക്കിൽ റോഡ് ഉപരോധിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. നമുക്കറിയാം, കൃത്യം ഒരാഴ്ച മുമ്പാണ് തണ്ണീർക്കൊമ്പൻ ഇറങ്ങി മാനന്തവാടി നഗരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. എന്തായാലും ആളുകൾ ഈ സ്ഥലം കാണാൻ വേണ്ടി പരിസരവാസികളൊക്കെ എത്തുന്നുണ്ട്. പലരും വൈകിയാണ് ഈ വിവരം അറിഞ്ഞത്. ഇവിടെ ആന ഇറങ്ങി എന്നുള്ള വിവരം വനം വകുപ്പ് ഒരു തരത്തിലും ആളുകളെ അറിയിച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും രൂക്ഷമായ പ്രതിഷേധത്തിനിടയാകുന്നത്. നമ്മൾക്ക് തന്നെ കിട്ടിയ വിവരമനുസരിച്ച് രാവിലെ മാനന്തവാടിക്ക് അടുത്ത കൊയിലേരി, വള്ളിയൂർക്കാവ് മേഖലകളിൽ ആനയുടെ സാന്നിധ്യമുണ്ട്. ആനയെ വനത്തിലേക്ക് തുരത്തുന്നു എന്ന വിവരമാണ് ആദ്യം ലഭിക്കുന്നത്. പിന്നീട് പടമല പള്ളിക്ക് സമീപം ആനയുണ്ട്. അപ്പോൾ ഒരു 1/2 കിലോമീറ്ററേ വനത്തിലേക്കുള്ളൂ. അപ്പോൾ ആനയെ കാട് കയറ്റും എന്നുള്ള വിവരമാണ് ലഭിച്ചത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പടമല പള്ളിക്ക് സമീപത്തുള്ള വീട്ടിൽ വെച്ച് ഈ അജിയെ ആന ആക്രമിക്കുന്നത്.